2009, 14, 19 ഈ 2024 ഇതിൽ ഏതിനോട് സാമ്യമുണ്ട്? കൂടുതൽ 19 പോലെ തോന്നുന്നു. കാരണം 2009 പ്രധാനപ്പെട്ട എതിരാളി CPI എന്നായിരുന്നു. ഞാൻ അവരുടെ സിറ്റിംഗ് സീറ്റിലാണ് ഞാൻ എടുക്കാൻ വന്ന് അവരിൽ നിന്ന് എടുത്തത്. അപ്പോൾ അതിൽ അവരാ രണ്ടാം സ്ഥാനത്ത് വന്നത്. BJPയും ആ കാലത്ത് BSP നമ്മുടെ നീലലോഹിതദാസ് നാടാർ ഒരു മുൻ MP ആയിട്ട് മത്സരിച്ചിട്ട് അദ്ദേഹവും BJPയും ആയിരുന്നു മൂന്നാം സ്ഥാനത്തുള്ള തർക്കം. അദ്ദേഹമാണ് ജയിച്ചത്. BJP 4ാം സ്ഥാനമെത്തി. പക്ഷേ 14 മുതൽക്ക് ഇപ്പോൾ ശക്തമായി മത്സരിക്കുന്ന ഒരു പാർട്ടി എൻ്റെ എതിര് BJP തന്നെയാണ്. 2 തവണ അവർ സെക്കൻഡ് സ്ഥാനത്ത് വന്നു. 2019 നമ്മൾ കണ്ടത് ഒരു നല്ലൊരു ഗ്യാപ്പിന് ഒരു 11% വ്യത്യാസം എൻ്റെയും BJPയും ഇടയിലുണ്ടായിരുന്നു. മൂന്നാമത്തെ സ്ഥാനാർത്ഥിയായിരുന്നു CPI. അവർക്കും BJP ഇടയിൽ 5% വ്യത്യാസമുണ്ട്. അപ്പോൾ അതാണ് ഇപ്പോൾ നമ്മളുടെ സ്ഥിതി. ഈ മറ്റേ 2 പാർട്ടികൾ ഈ സെക്കൻഡ് പ്ലേസിന് വേണ്ടി ഒരു തർക്കമാണ്. അതിൽ പിന്നെ എൻ്റെ അഭിപ്രായം ഞാനിവിടെ കാണുന്നതിൽ BJPയാണ് കുറച്ചും കൂടി മുന്നോട്ട്. അതുകൊണ്ടാണോ BJPയും കോൺഗ്രസും തമ്മിലുള്ള മത്സരമാണ് എന്ന് പറഞ്ഞത്? തിരുവനന്തപുരത്ത് മാത്രം. മറ്റേ 19 മണ്ഡലത്തിലും എൻ്റെ അഭിപ്രായത്തിൽ ഞാൻ കാണുന്ന റിപ്പോർട്ട്സൊക്കെ കേട്ട ശേഷം എനിക്കൊരു സംശയവുമില്ല. എൻ്റെ സുഹൃത്തുക്കൾ എല്ലാവരും പറയുന്ന പോലെ ഇത് UDF LDF മത്സരം തന്നെയാണ്. പക്ഷേ തിരുവനന്തപുരത്തിൽ 2 തവണ 2ാം സ്ഥാനം വന്ന BJPക്ക് 3ാം തവണയും പിന്നെ അതാണ് ഞാൻ കാണുന്നത്. കാരണം 10ാം തീയതി മാർച്ചിലാണ് എൻ്റെ പേര് പ്രഖ്യാപിച്ചത്. ഈ പ്രചരണത്തിൽ ആരംഭിക്കുമ്പോൾ ഞാൻ എല്ലാവരോടും പറഞ്ഞു പിന്നെ ഇത് ത്രികോണ മത്സരം തന്നെയാണ്. പ്രത്യേകിച്ച് പന്ന്യനൊരു മുൻ MPയും കൂടിയായിരുന്നു. എല്ലാവരും ഇഷ്ടപ്പെടുന്ന ബഹുമാനിക്കുന്ന ഒരു വ്യക്തിയും കൂടിയാണ്. പക്ഷേ ഈ 3-4 ആഴ്ചയിൽ ലെഫ്റ്റിൻ്റെ ക്യാമ്പയിൻ അവരുടെ പ്രചരണം ഒന്നും ഒരു ഇംഗ്ലീഷിൽ പറയില്ല, തീ പിടിച്ചിട്ടില്ല. ഇറ്റ് ഹാസ് നോട്ട് കോട്ട് ഫയർ. അപ്പോൾ അതുകൊണ്ട് നമ്മൾക്ക് കൂടുതൽ തോന്നുന്നത് പിന്നെ BJP എല്ലാവരുടെയും ഇറങ്ങിയിട്ടുണ്ട്. അവരുടെ ഒരു ശ്രമം കാണുമ്പോൾ എനിക്ക് തോന്നുന്നു അവരുടെ പ്രചരണത്തിലാണ് കുറച്ചും കൂടി പിന്നെ ഒരു ശക്തി. ഇപ്പോൾ ഇനിയും 16 ദിവസം ബാക്കിയുണ്ട്, 15 ദിവസം ബാക്കിയുണ്ട്. അപ്പോൾ എന്ത് വേണമെങ്കിലും പിന്നെ പറഞ്ഞാലും നമുക്ക് മാറ്റാൻ സാധിക്കാത്ത സ്ഥിതിയിൽ എല്ലാ സ്ഥാനാർത്ഥികളും